നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് മിനിമം പേ 72,000 നിശ്ചയിക്കണം എന്ന ശക്തമായ ആവശ്യം. ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഭാരതീയ പ്രതീക്ഷ മസ്ദൂർ സംഘ് എന്ന തൊഴിലാളി യൂണിയനാണ്. അവർ നൽകിയ മെമ്മോറാണ്ടത്തിൽ നിരവധി നിർണായക നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിനിമം പേ 72,000 ആണ് ആവശ്യപ്പെടുന്നത്. 18,000 മുതൽ 72,000 വരെ എങ്ങനെ കണക്കാക്കി? ഫിറ്റ്മെന്റ് ഫാക്ടർ 4 എന്നത് എന്താണ്? ഇൻക്രിമെന്റ് 3% മുതൽ 6% ആക്കണമെന്ന ആവശ്യവും ഫാമിലി യൂണിറ്റ് 3-ൽ നിന്ന് 5 മാറ്റണമെന്ന നിർദ്ദേശവും ഏപ്രിൽ 30, 2026 അവസാന തീയതി. എന്താണ് സുപ്രധാന നടപടി? എല്ലാം വിശദമായി നോക്കാം. BPMS യൂണിയൻ പറയുന്നത് എന്തെന്നാൽ മിനിമം പേ നിശ്ചയിക്കുമ്പോൾ 3 പ്രധാന കാര്യങ്ങൾ പരിഗണിക്കണമെന്നാണ്. എക്കണോമിക് റിലിറ്റീസ്, ആർത്ഥിക യാഥാർത്ഥ്യങ്ങൾ, സോഷ്യൽ ജസ്റ്റിസ്, അഡ്മിനിസ്ട്രേറ്റീവ് സസ്റ്റൈനബിലിറ്റി. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് വലിയ വാക്കുകൾ പോലെ തോന്നാം, പക്ഷേ ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ഒരു സർക്കാർ ജീവനക്കാരൻ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം ഒരു മാന്യമായ ജീവിതം നയിക്കാൻ മതിയാകണം എന്നതാണ് അവരുടെ പ്രധാന വാദം. അതായത് കുടുംബ ചെലവുകൾ, വിദ്യാഭ്യാസ ചെലവ്, ആരോഗ്യ ചെലവ്, ഭക്ഷണം, വീട് വാടക, യാത്രാ ചെലവ് ഇവയെല്ലാം കണക്കിലെടുത്ത് മിനിമം പേ നിശ്ചയിക്കണമെന്നാണ് അവർ പറയുന്നത്. BPMS പ്രത്യേകമായി ഉപയോഗിച്ചൊരു വാക്കാണ് ഡിഗ്നിഫൈഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. അതായത് ഒരു ജീവനക്കാരൻ കടബാധ്യതയിൽ കുടുങ്ങാതെ കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നായി നടത്താൻ, ആരോഗ്യ ചികിത്സ ചെയ്യാൻ, കുടുംബം സുരക്ഷിതമായി നയിക്കാൻ കഴിയുന്ന തരത്തിൽ മിനിമം പേ ഉണ്ടായിരിക്കണം എന്നതാണ് അവരുടെ അഭിപ്രായം. ഇത് വെറും ശമ്പള വർധനവല്ല, ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം ഒരു സുപ്രധാന മാറ്റം വരുത്താനാണ് അവര് പറയുന്നത്. മിനിമം പേനെ പെർ ക്യാപിറ്റ ഇൻകമിനോട് ബന്ധിപ്പിക്കണം എന്നതാണ്. ഇത് എന്താണെന്ന് നോക്കാം. പെർ ക്യാപിറ്റ ഇൻകം എന്നത് ഒരു രാജ്യത്തിന്റെ ശരാശരി വ്യക്തിയുടെ വരുമാനം എന്നാണ് അർത്ഥമാക്കുന്നത്. BPMS പറയുന്നത് രാജ്യത്തിന്റെ ശരാശരി വരുമാനം വർദ്ധിക്കുന്നുവെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ മിനിമം പേയും അനുസരിച്ച് വർദ്ധിക്കണം. ഇത് ഒരു റാഷണൽ ബേസിസ്, അതായത് യുക്തിപരമായ അടിസ്ഥാനമാണെന്നാണ് അവർ പറയുന്നത്. പ്രധാന കണക്കുകൾ നോക്കുമ്പോൾ BPMS അവരുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് 2016-17 മുതൽ 2024-25 വരെ പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകം വളരെ വലിയ തോതിൽ വർദ്ധിച്ചു എന്നാണ്. അവർ നൽകിയ കണക്കുകൾ നോക്കുമ്പോൾ 2016 മുതൽ 17 വരെ 1,03,219 രൂപയും 2024 മുതൽ 25 വരെ 1,92,774 രൂപയുമാണ്. ഇത് ഏകദേശം 86.76% വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തെന്ന് നോക്കുമ്പോൾ രാജ്യത്തിന്റെ ശരാശരി വരുമാനം ഇത്രയും വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ മിനിമം പേയും അതനുസരിച്ച് വർദ്ധിക്കണം എന്നാണ് അവരുടെ വാദം. പ്രധാന നിർദ്ദേശം വരുന്നത് ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വിഷയത്തിലേക്ക് വരാം. മിനിമം പേ 72,000 ആക്കണം എന്നതാണ് BPMS മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം. ഇത് എങ്ങനെ തീരുമാനിച്ചുവെന്ന് നോക്കാം. അവർ പറയുന്നത് സർക്കാരിന്റെ സാമ്പത്തിക സാഹചര്യം കൂടി പരിഗണിച്ചാണ് 72,000 എന്നത് ഒരു ബാലൻസ്ഡ് ഫിഗറായി നിർദ്ദേശിച്ചത്. അതായത് വളരെ കൂടുതലല്ല, വളരെ കുറവുമല്ല, ഒരു മധ്യനില, ബാലൻസ്ഡ് മിഡ് പോയിന്റിലാണ് അവർ പറയുന്നത്. ഈ നിലയിലാണ് ഈ തുക നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ 72,000 എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്? ഇപ്പോൾ ഒരു സാധാരണ ജീവനക്കാരൻ ചിന്തിക്കുന്നത് 72,000 യാഥാർത്ഥ്യമായി ലഭിക്കുമോ? ഇത് ഇപ്പോൾ ഒരു പ്രപ്പോസൽ മാത്രമാണോ? യൂണിയൻ നിർദ്ദേശമാണ്, സർക്കാർ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇത് മനസ്സിലാക്കുന്നത് വളരെ സുപ്രധാനമാണ്. ഈ 72,000 രൂപ ആക്കണം എന്നുള്ളത് യൂണിയന്റെ മെമ്മോറാണ്ടത്തിൽ വരുന്ന നിർദ്ദേശമാണ്. സർക്കാർ ഇതുവരെ ഇതിനായിട്ടൊരു തീരുമാനം ഇനിയും എടുത്തിട്ടില്ല. ഇനിയും പല യൂണിയനുകളും അവരുടെ നിർദ്ദേശങ്ങൾ നൽകും. അതിനുശേഷമാണ് സർക്കാർ അന്തിമ തീരുമാനമെടുക്കുക. ഏപ്രിൽ 30, 2026 അവസാന തീയതി എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ മറ്റൊരു പ്രധാന വിവരം, 8th പേ കമ്മീഷൻ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതെന്തെന്നാൽ മെമ്മോറാണ്ടം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 30, 2026 ആണ്. അതായത് എല്ലാ യൂണിയനുകളും അവരുടെ ആവശ്യങ്ങൾ ഏപ്രിൽ 30-നകം സമർപ്പിക്കണം. ഇത് കഴിഞ്ഞാൽ എല്ലാ നിർദ്ദേശങ്ങളും പരിശോധിച്ച് സർക്കാർ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ തീയതി വളരെ നിർണായകമാണ്.
അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിറ്റ്മെന്റ് ഫാക്ടർ എന്നത് എന്താണെന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ നിലവിലെ ബേസിക് പേയും ഒരു നിശ്ചിത ഗുണകവുമാണ്. ഈ ഗുണകമാണ് പുതിയ ശമ്പളം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, സെവൻത് പേ കമ്മീഷൻ സമയത്ത് മിനിമം പേ 7,000 ആയിരുന്നു, അത് 18,000 മാറ്റി. അത് നടക്കാൻ ഉപയോഗിച്ച ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57. ഇത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വലിയ ചർച്ചയാകുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം തൊഴിലാളി യൂണിയനുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടർ 4 എന്നതാണ്. നിലവിലെ മിനിമം പേ 18,000 ആണ്. അതിന്റെ 4 കൊണ്ട് ഗുണിച്ചാൽ 18,000 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 72,000. അതായത് മിനിമം പേ 72,000 എത്തുന്നു. അങ്ങനെ മാറ്റണമെന്നാണ് പറയുന്നത്. എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ 4 എന്ന് നിർദ്ദേശിച്ചത്? BPMS അവരുടെ നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടർ നിശ്ചയിക്കുമ്പോൾ 3 പ്രധാന ഘടകങ്ങൾ പരിഗണിക്കണം. ഇൻകം ഗ്രോത്ത്, രാജ്യത്തിന്റെ ശരാശരി വരുമാനം കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ വർദ്ധിച്ചു. ഈ വർധനവ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലും പ്രതിഫലിക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. ഇൻഫ്ലേഷൻ ഇമ്പാക്ട്, വിലക്കയറ്റം ഇന്ന് എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വില, വീട് വാടക, വിദ്യാഭ്യാസ ചെലവ്, ആരോഗ്യ ചെലവ് ഇവയും കണക്കിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ DA ന്യൂട്രലൈസേഷൻ. ഇപ്പോൾ മറ്റൊരു പ്രധാന വാക്ക് DA ന്യൂട്രലൈസേഷൻ. ഡിയർനെസ് അലവൻസ് എന്നത് വിലക്കയറ്റം പരിഹരിക്കാൻ നൽകുന്ന തുകയാണ്. പക്ഷെ പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ DA ബേസിക് പേയിൽ ലയിപ്പിക്കും. ഇത് തന്നെയാണ് DA ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. DA മുഴുവൻ ബേസിക് പേയിലേക്ക് ചേർക്കപ്പെടും. ഒരു ജീവനക്കാരന്റെ ശമ്പളത്തിൽ മാറ്റം എങ്ങനെ വരും? ഇപ്പോൾ ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. ഒരു ജീവനക്കാരന്റെ ബേസിക് പേ 25,000 എന്നാണ് കരുതുക. ഫിറ്റ്മെന്റ് ഫാക്ടർ 4 ഉപയോഗിച്ചാൽ 25,000 ഇൻറ്റു 4 1,00,000. അതായത് പുതിയ ബേസിക് പേ ഏകദേശം 1,00,000 മാറാം. ഇതൊരു ഉദാഹരണമാണ്. യഥാർത്ഥ കണക്കുകൾ പേ മെട്രിക്സ് അനുസരിച്ച് മാറാവുന്നതാണ്. എന്താണ് അതിന്റെ പങ്ക്? ഫിറ്റ്മെന്റ് ഫാക്ടർ മാത്രം പോരാ, അതിനു പുറമെ പേ മെട്രിക്സ് വലിയ പങ്ക് വഹിക്കുന്നു. പേ മെട്രിക്സ് എന്നത് ഓരോ ജീവനക്കാരന്റെയും ലെവൽ, ഗ്രേഡ് പേ, എക്സ്പീരിയൻസ് ഇവയെ അടിസ്ഥാനമാക്കി ശമ്പളം നിശ്ചയിക്കപ്പെടുന്നു. പട്ടികയാണിത്. സെവൻത് പേ കമ്മീഷൻ സമയത്ത് പേ മെട്രിക്സ് വലിയ മാറ്റം കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ എയ്ത്ത് പേ കമ്മീഷനിലും പുതിയ പേ മെട്രിക്സ് വരാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ഇത് എപ്പോൾ വരും എന്നതുള്ളത്. യൂണിയൻ അവകാശങ്ങൾ ഓരോന്നായി ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. എല്ലാ യൂണിയൻകാരും അവരുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഏപ്രിൽ 30-നുള്ളിൽ വെച്ചുകൊണ്ടാൽ മാത്രമാണ് എല്ലാ തീരുമാനങ്ങളും കൂട്ടിക്കഴിച്ച് അവർ ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക. ജീവനക്കാരെ ഇത് എങ്ങനെ ബാധിക്കും? ഫിറ്റ്മെന്റ് ഫാക്ടർ വർദ്ധിച്ചാൽ ബേസിക് പേ, HRA, DA, പെൻഷൻ ഇവയെല്ലാം തന്നെ വർദ്ധിക്കും. സർക്കാരിന്റെ തീരുമാനം വന്നതും നമ്മളുടെ ഈ ചാനലിൽ നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.